കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എന്നത്തെയും പോലെ തന്നെ രാവിലത്തെ ചെറിയ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള കുഞ്ഞു മോർണിംഗ് റൊട്ടീനൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ദാ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചോറൊക്കെ അടുപ്പിലിട്ട് തിളച്ചത് റൈസ് കുക്കറിനകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആ അടുപ്പിൽ തന്നെ കുടിക്കാൻ വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ദാഹശമിനി ഇട്ട വെള്ളമാണ് കുടിക്കുന്നത്. പിന്നെ ദാ കുക്കറിനകത്ത് ഇരിക്കുന്നത് നമ്മുടെ പരിപ്പാണ് കേട്ടോ. പരിപ്പും കുമ്പളങ്ങയും കൂടെ കുമ്പളങ്ങയും മുരിങ്ങക്കായൊക്കെ ഇട്ട ഒരു കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി പരിപ്പ് ആദ്യം വേവിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ചില ദിവസം രാവിലെ കാപ്പി കുടിക്കും, ചില ദിവസം വെള്ളം കുടിക്കുവേ. അപ്പോൾ ദാ ഇന്ന് കാപ്പി കുടിക്കാൻ തോന്നില്ല, ഭയങ്കര ദാഹം, ചൂടല്ലേ. അപ്പോൾ അതുകൊണ്ട് വെള്ളം കുടിക്കുകയാണ്. പിന്നെ ദാ പരിപ്പ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുമ്പളങ്ങയും മുരിങ്ങക്കായും പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു വിസിൽ കേൾക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ കുടിക്കാൻ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ തോരൻ കറി വെക്കുന്നത് ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഒരു മെഴുക്ക് വരട്ടിയാണ്. അപ്പോൾ ഇതാ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അരിഞ്ഞൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടി അടുപ്പ് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ താളിച്ച് നമ്മുടെ ബീട്രൂട്ടും കൂടെ മെഴുക്ക് വരട്ടി വെക്കാൻ വേണ്ടി അടുപ്പിലോട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇങ്ങനെ മോർണിംഗ് റൊട്ടീനൊക്കെയുള്ള വീഡിയോ? അപ്പം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. പിന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ ലൈക്ക് അടിക്കണേ ഇഷ്ടപ്പെട്ടാലേ. അപ്പോൾ ദാ ബീട്രൂട്ടൊക്കെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിസിൽ കേട്ടപ്പോൾ കുക്കർ ഓഫ് ചെയ്ത് വിസിൽ വന്നു. അപ്പോഴേക്കും ദാ പയറും കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ഒഴിക്കുകയാണ്. തേങ്ങയും കുറച്ച് ചെറിയ ജീരകവും ഒക്കെ ഇട്ട് ഒരരപ്പാട്ടോ. ഇങ്ങനെ ഒരു കറി നിങ്ങൾ കൂട്ടിട്ടില്ല, ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. കുമ്പളങ്ങ ഇങ്ങനെ വെക്കുന്നത്, കുമ്പളങ്ങയും മുരിങ്ങക്കായും ഒക്കെ. അപ്പോൾ ദാ കുക്കറിന് വേറെ ആവശ്യമുള്ളതുകൊണ്ട് കുക്കറിനകത്തുനിന്ന് ഞാൻ ചട്ടിക്കകത്തേക്ക് കറി മാറ്റുക കേട്ടോ. കടുക് താളിച്ച് കുക്കറിനകത്ത് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോവുക, ചിരട്ടപ്പുട്ട്. അപ്പം കുറച്ച് ഉപ്പ് കുറവായിരുന്നേ, അത് കുറച്ച് ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിലും കുക്കറിനകത്ത് കറി വെക്കുന്നത് എനിക്ക് ഭയങ്കര താല്പര്യമില്ല. കുക്കറിനകത്തുനിന്ന് ഞാൻ വേറെ പാത്രത്തിലേക്ക് എപ്പോഴും മാറ്റി വെക്കുവേ. അതിനിടയ്ക്ക് ചോറ് വെന്തോന്ന് നോക്കുക കേട്ടോ. ചോറ് വെന്തിട്ടില്ലേ, ഒരു കുറച്ച് നേരം കൂടെ ആകുമ്പോൾ ചോറ് വേകുവേ. അപ്പോൾ ദാ ചോറ് പിന്നെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എൻ്റെ കുഞ്ഞെഴുന്നേറ്റ്, ശാമിക മോൾ എഴുന്നേറ്റ് കേട്ടോ. അപ്പം ഇപ്പം അംഗൻവാടി ലീവ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അംഗൻവാടി പോകേണ്ട തിരക്കൊന്നുമില്ല. രാവിലെ ഹസ്ബൻഡിന് ചോറും കറിയും കൊണ്ടുപോകാനുള്ള തിരക്കേ ഉള്ളൂ രാവിലെ. അത് കഴിഞ്ഞ് പിന്നെ സാധാ വീട്ടുപണികളൊക്കെ ഉള്ളൂ കേട്ടോ. അത് പതുക്കെ ആണെങ്കിലും ചെയ്താൽ മതി. രാവിലെ ആദ്യം ഈ ചോറും കറിയൊക്കെ റെഡിയാക്കണം കൊണ്ടുപോകേണ്ടതുകൊണ്ട്. അപ്പോഴേക്കും ഒരു 8 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് നേരത്തെ എഴുന്നേറ്റ് കേട്ടോ ശാമിക. അപ്പം എന്നിട്ട് എഴുന്നേറ്റിട്ട് ഞാൻ പാല് വന്നായിരുന്നു, 8:30 ആകുമ്പോൾ പാല് വരുവേ. അപ്പോൾ പാലൊക്കെ വാങ്ങിക്കാൻ ശാമിക മോളാട്ടോ പോയത്. അപ്പോൾ പാലൊക്കെ വാങ്ങി വന്നു. പിന്നെ ഞങ്ങൾ രാവിലെ ഞങ്ങളുടെ മോർണിംഗ് റൊട്ടീൻ തന്നെ, ഞങ്ങൾ കളി ചിരി കളിക്കാൻ പോകുക, അതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ആ കുഞ്ഞു വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.